ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു എഗ്ഗ് കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് കുക്കറിൽ എങ്ങനെയാണ് നമുക്കൊരു എഗ്ഗ് കറി ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം കുക്കർ അടുപ്പത്ത് വെക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് മാത്രം. അപ്പോൾ ഇതാ ജസ്റ്റ് നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെരിഞ്ജീരകം നമ്മൾ ജസ്റ്റ് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് 2 കറുകപ്പട്ട, ചെറിയ കഷ്ണം മതി, അധികം വേണ്ട, 2 കറുകപ്പട്ട ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നമ്മൾ സോട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വാടി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് കരിഞ്ഞു പോകരുത് കേട്ടോ. കരിഞ്ഞു പോയാൽ നമുക്ക് നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് വാടി കിട്ടാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളതിലേക്ക് സബോള, ഞാനിപ്പോൾ ഇവിടെ 3 വലിയ സബോളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കറി എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് സബോള കൂട്ടി കൊടുക്കും കുറച്ച് കൊടുക്കും ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം കുറച്ച് ഗ്രേവി വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സബോള ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. സബോളയിലേക്ക് ഇപ്പോൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മുടെ സബോളയിൽ അതിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നന്നായി ഇളക്കി കൊടുക്കുക 2-3 പ്രാവശ്യം. പിന്നെ ഈ സമയത്ത് നമുക്ക് സബോള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമ്മൾ ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല കേട്ടോ. നമുക്ക് സബോള പെട്ടെന്ന് വാടി കിട്ടും. അത് കഴിഞ്ഞ് നമ്മളതിലേക്ക് സബോളയും ഇതെല്ലാം ഒന്ന് വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ സാധാ മുളക് പൊടിയാണ് കേട്ടോ, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ മറ്റേ നമ്മുടെ സാധാ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് മീറ്റ് മസാല, അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാലയും ഒരു 1.5 ടീസ്പൂണ് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഗരം മസാല അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരയ്ക്ക് നമ്മളത് നന്നായി വഴറ്റി കൊടുക്കുക. 2-3 പ്രാവശ്യം അങ്ങനെ ഇതാക്കാതെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതൊന്ന് ആ മസാലകളൊക്കെ അതിലേക്ക് ആ സബോളയിലേക്ക് നന്നായി പിടിക്കണം. അത് വരയ്ക്ക് നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതൊന്ന് ഇതായി കഴിഞ്ഞാൽ മസാലയൊക്കെ അതിൽ പിടിക്കൽ കഴിഞ്ഞാൽ നമ്മളതിലേക്ക് തക്കാളി, ഇവിടെ ഇപ്പം ഞാനൊരു മീഡിയം സൈസ് ഒരു 3 തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അധികം പുളിയില്ലാത്ത പച്ച തക്കാളി ആണെങ്കിൽ നമ്മളത്ര വേണ്ട, അപ്പോൾ ഒരെണ്ണം മതി. ഇതിപ്പോൾ നമ്മളിവിടെ പഴുത്ത തക്കാളിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 3 പഴുത്ത തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് വാടി കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മളിതിലേക്ക് ചൂടാക്കിയ വെള്ളം നമ്മളതിലേക്ക് പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ചൂടാക്കിയ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അത് അത്യാവശ്യം നമുക്ക് ഗ്രേവി എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇത്തിരി അത്യാവശ്യം ഗ്രേവി വേണ കാരണം കൊണ്ട് നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഇതായി വരട്ടെ. അപ്പോൾ നമുക്കത് അടച്ച് വെച്ചിട്ട് ഒന്ന് ചെറിയ സിമ്മിലിട്ടിട്ട് ഒരു വിസിൽ വരുന്ന വരയ്ക്ക് ഇതാക്കി കൊടുക്കുക, വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്രയേ ഉള്ളൂ.